ഇപ്പൊ ചേച്ചിനെ കാണുമ്പോ എന്തായാലും പ്രേക്ഷകര് പറയുന്ന ഒരു കാര്യമാണ്, അഖില ചേച്ചിനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുന്നല്ലേ ഞാൻ കേട്ടു. യെസ് ചേച്ചി പാടാനാണ് പ്രേക്ഷകർ പറയുന്നത്. ഓണം ആയതുകൊണ്ട് നമുക്ക് ഓണം കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള പാട്ടുകൾ പാടാന്ന് വിചാരിക്കും. അത് മാത്രല്ല ഈ ഓണക്കാലത്ത് നമുക്ക് വലിയൊരു നഷ്ടം വന്നിട്ടുണ്ട്. ജാനകി അമ്മ പോയത്. അപ്പൊ ജാനകി അമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ടും കൂടി ആവട്ടെ എന്ന് ഓർത്തു കുറച്ച് ജാനകി അമ്മയുടെ പാട്ടുകൾ പാടിയാൽ. ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് അത് ഇരട്ടി സന്തോഷവും മധുരമാണ് ഈ ഒരു ഈസ്റ്റേൺ രുചിയാണത്തില്. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു, കൂടേറാൻ പ്രാവെല്ലാം പാറിപ്പോകേ. സോ സ്വീറ്റ്, നല്ല രസമുണ്ട്. ഇങ്ങനെ പാട്ടിൽ ഇങ്ങനെ അലിഞ്ഞു ചേരാന്ന് പറയില്ലേ, അതുപോലെ തന്നെ വെള്ളരിക്ക് ഇപ്പൊ അലിഞ്ഞു ചേർന്നോന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ ചേച്ചി, അപ്പം ഓണാണല്ലോ. ഓണം എന്ന് പറയുമ്പോഴത്തേനും ചേച്ചിനെയൊക്കെ സംബന്ധിച്ചുള്ള ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ്, ഒരുപാട് പേരെ സന്തോഷിക്കുന്ന ഒരു മാസങ്ങളാണ് ഈ ഓണക്കാലം എന്നൊക്കെ പറയുന്ന ദിവസങ്ങളൊക്കെ. ഞങ്ങള് സന്തോഷിപ്പിക്കും. അതെ, ചേച്ചിയൊക്കെ സന്തോഷിപ്പിക്കും, ഞങ്ങൾക്ക് സന്തോഷിപ്പിക്കും. അപ്പൊ അതിലൊരു നല്ലൊരു ഓർമ്മ, ഒരു ഓണക്കാല ഓർമ്മ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചേച്ചിയുടെ മനസ്സിലുള്ള ഒരു ഓർമ്മ എന്താ? ഓണക്കാലം പ്രോഗ്രാംസിന്റെ ഒരു സമയമാണ് ഈ പറഞ്ഞ പോലെ. അപ്പോ എനിക്ക് 2007 കിട്ടിയൊരു ഭാഗ്യമുണ്ട്. അതൊരു ഓണക്കാലമായിരുന്നു. ദുബായിലൊരു ഷോ. അന്ന് ഞാൻ ജസ്റ്റ് പാടി ഈ ഒരു ഫീൽഡിൽ എൻട്രി ചെയ്തതേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഫിലിം സോങ് പാടി ആ സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് വലിയൊരു വേദി കിട്ടി, പാടാനുള്ള അവസരം കിട്ടി. അതും ലെജൻഡ്സ് ആയിട്ടുള്ള SPB സാറിന്റെ കൂടെയും ചിത്ര ചേച്ചിയുടെ കൂടെയുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. അപ്പൊ SPB സാറിന്റെ കൂടെ എനിക്ക് 2 ഡ്യുവറ്റ്സ് ഒന്ന് പാടാൻ പറ്റി. അങ്ങനെ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് അങ്ങനെയല്ല. ഞാൻ എന്നും എല്ലാ കാലവും ഓണം എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ ആ ഒരു ഓണക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ഓണം പ്രോഗ്രാം ആയിരുന്നു. അത് ഞാൻ എന്നും ഇങ്ങനെ മനസ്സോട് അന്ന് SPB സാറിന്റെ കൂടെ മാങ്കുയിലെ പാടി. പിന്നെ ഒരു ഹിന്ദി സോങ് ദീവാന ഹുവാ ബാദൽ ആണ് പാടിയത്. രണ്ടും നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള, SPB സാർ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഭയങ്കര വളരെയധികം സപ്പോർട്ടീവ് ആണ്. ഞാനൊരു പുതിയ സിംഗറാണ്, പുതിയൊരാളാണ്. അപ്പൊ എന്നാ കൂടെ അദ്ദേഹം ഭയങ്കര നല്ല രീതിയിലാണ് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് പാടാനുള്ള എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നു. പാചകം പ്ലസ് പാട്ട് തിളയ്ക്കുന്നോന്ന് ശ്രദ്ധിക്കണം. ഓഫ് ചെയ്യണം. ഇനിയിപ്പോ ഇത് പാട്ടാ ജാനകിയമ്മയുടെ തന്നെ തേനും വയമ്പും. ഓണക്കാലം ആവുമ്പോ എപ്പോഴും പൂക്കാലം, കളർഫുൾ, ആ ഒരു ഫീലുള്ള പാട്ടുകളാണ് ഇതൊക്കെ. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും, തേനും ആഹാ നാവിൽ വാനം പാടി ലാ ലാ ലാ. അരെ വാ, വെള്ളരിക്ക പച്ചടി പോലെ തന്നെ. എന്താ ഒരു സ്വാദതൊക്കെ പറയണല്ലോ, എന്താ ഒരു പാട്ട്. അമൃതതൻ രുചി മേ